welcome back to Quick Touch. Today we will discuss about 8th CBSE Mathematics, Square and Square Roots. Square and Square Roots ഒരു ചാപ്റ്ററിലെ 6.1 ഫസ്റ്റ് എക്സസൈസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10th ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ്. നമ്മുടെ കയ്യിൽ 10 നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാനാണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാനാണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം 81. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം 81 ആണ്. അപ്പോൾ 81 ഇപ്പോൾ നമുക്ക് ഇവിടെ സ്ക്വയർ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 81 × 81 എന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്ന ചെറിയ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് ആദ്യം 81ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് സ്ക്വയർ നോക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 81 ആണ്. അപ്പോൾ നമ്മൾ സാധാരണ സ്ക്വയേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? 81 × 81. അപ്പോൾ നമുക്ക് ഇത്രയും ഒരു ചെറിയ നമ്പർ ആയ കാരണം നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആയിരിക്കും. പക്ഷേ ഇത്രയും വലിയ നമ്പേഴ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ 81ൻ്റെ യൂണിറ്റ് ഡിജിറ്റ്, അതായത് ലാസ്റ്റ് ഡിജിറ്റ് സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ 1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1. 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് 81ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ്? 1. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ടു 7 2 എത്രയാണ്? 2 സ്ക്വയർ. 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 4. അപ്പോൾ 272ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് സ്ക്വയർ എത്രയാണ്? 4 ആണ്. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതെങ്ങനെയാണ്, ഇത് നമ്മൾ ചെയ്ത ആൻസർ റെഡി ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് 81 × 81. 1 1 1 × 1 8 × 1 8 8 × 1 8 8 × 8 64. 1 കണ്ടോ? 6561. ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ലാസ്റ്റ്, അതായത് യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുക. അതായത് ലാസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇനി നമുക്ക് 272 നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 4. ഇനി നമുക്ക് ഇതെങ്ങനെയാണ്, ശരിയാണോ എന്ന്, നമ്മൾ ചെയ്ത മെത്തേഡ് ശരിയാണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അതായത് 81 × 81 ഒന്ന് ചെയ്ത് നോക്കാം. 1 1 1 1 × 8 8 × 8 8 64. 1 16 5 6. കണ്ടോ? ലാസ്റ്റ് ഡിജിറ്റ് നമുക്ക് 1 ആണ്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു മെത്തേഡ് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് 7 9 9. 7 9 9. 9ൻ്റെ സ്ക്വയർ 81 ആണ്. അപ്പോൾ നമ്മൾ 1ൻ്റെ സ്ക്വയർ 1 ആണ്, 2ൻ്റെ സ്ക്വയർ 4 ആണ്, 9ൻ്റെ 1. ഇനി നമുക്ക് 3 8 5 3. 3 8 5 3. 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. 9. ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ് കേട്ടോ. ഇനി 1 2 3 4. 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16 ആണ്. അപ്പോൾ 6 ആണ്. അപ്പോൾ എത്രയാണ്? 4ൻ്റെ സ്ക്വയർ 16 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 6 ആണ്. ഇനി 2 0 3 8 7. 7 സ്ക്വയേഴ്സ് ആർ 49 ആണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7 ചെയ്ത് കഴിഞ്ഞു. ഇനി 8ൻ്റെ 64 ആണ്. അപ്പോൾ 4 ആണ് ആൻസർ. ദെൻ 0യുടെ എന്താണ്? 0 സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 ആണ്. 6ൻ്റെ 36 ആണ്. അപ്പോൾ 6. 5ൻ്റെ 5 സ്ക്വയേഴ്സ് ആർ 25 ആണ്. അപ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. ഇനി നിങ്ങളത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ യൂസ് ചെയ്ത് മൾട്ടിപ്പിൾ ചെയ്താലും നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് എത്ര കിട്ടും? ഈ ഒരു നമ്പേഴ്സ് തന്നെ കിട്ടുള്ളൂ. ഒന്ന് എഴുതാൻ വേണമെങ്കിൽ 4 1 9 16 6 9. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ദ ഫോളോയിങ് നമ്പേഴ്സ് ആർ നോട്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, ഗീവ് റീസൺ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇത്രയും നമ്പേഴ്സ് ഉണ്ട്. ഈ ഇത്രയും നമ്പേഴ്സിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആരൊക്കെ എന്നുള്ളത് എഴുതും, എന്തുകൊണ്ട് എന്നുള്ളത് കൂടി എഴുതണം. അപ്പോൾ ഞാനിവിടെ ഒരു റൗണ്ടിൽ 2 3 7 8 എന്ന് പറഞ്ഞ 4 നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇതൊരു പ്രോപ്പർട്ടിയാണ്. ഈ 4 നമ്പേഴ്സ് നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ അറ്റ് ദി എൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇതൊരു നോട്ട് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഈ നമ്പറിൽ നിന്ന് എക്സെപ്റ്റ് നമ്പേഴ്സ് ആരൊക്കെയാണ്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. അത് ആരൊക്കെയാണ്? 1
4 പിന്നെ 5 6 9. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് എന്താണ് സീറോയും കൂടി ഉണ്ട്. ഇതൊക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. ഈ 2 3 7 8 നോട്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. അപ്പോൾ ഗീവ് റീസൺ നമുക്ക് എന്ത് എഴുതണം? ഈ ഒരു 4 നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരു നമ്പർ വന്നാൽ ഒരു നോട്ട് പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1057. 1057 അറ്റ് ദി എൻഡിൽ 7 ആണ്. അപ്പോൾ ഇതെന്താണ്? നോട്ട് പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇത് എന്ത് എഴുതാം? It ends with 7, whereas square numbers end with 0, 1, 4, 5, 6, 9. Okay, നമുക്ക് ഇതിൽ എന്ത് എഴുതണം? It ends with 7. Okay ആണോ? Okay. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 3 4 5 3. അപ്പോൾ ലാസ്റ്റ് നമ്പർ 3 ആണ്. അപ്പോൾ 3 ഒരു നോട്ട് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഇത് എന്ത് എഴുതാം? It ends with 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 7 9 2 8. 2 8 എന്ന് പറയുന്നത് 8 നോട്ട് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ എന്ത് എഴുതാം? ഇറ്റ് എൻഡ്സ് വിത്ത് 8. ദിസ് ഇസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇനി നമുക്ക് ലാസ്റ്റ് നമ്പർ 2 ആണ്. 2 എന്താണ്? നോട്ട് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ ഇത് എന്ത് എഴുതണം? നോട്ട് പെർഫെക്റ്റ് സ്ക്വയർ ബിക്കോസ് ഇറ്റ് എൻഡ്സ് വിത്ത് 2. ഇനി നമുക്ക് ഒരു 0 വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 0 1 4 5 6 9. ഇത്രയും നമ്പേഴ്സ് വന്നാൽ ഇത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഈ 0 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 0യിലും ഉണ്ട് ഒരു പ്രോപ്പർട്ടി. അതായത് ഓഡ് നമ്പേഴ്സ് ഉള്ള സീറോസ് ആണെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതായത് ഇവിടെ 6 4 3 0, അതായത് 3 zeros ആണ്. 3 zeros എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇനി ഇവിടെ ഇങ്ങനെ ഒരു നമ്പറാണ് നമുക്ക് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ബിക്കോസ് എന്താണ്? 4 zeros ഉണ്ട്. അപ്പോൾ ഇതൊരു ഈവൻ നമ്പറാണ്. അപ്പോൾ മനസ്സിലായി എന്ന് എല്ലാവരും ഞാൻ വിചാരിക്കുന്നു. അതായത് ഓഡ് നമ്പേഴ്സ് ഉള്ള സീറോസ് ആണെങ്കിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഈവൻ നമ്പേഴ്സ് ഉള്ള സീറോസ് വരികയാണെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് 3 0 എന്ന് പറയുന്നത് ഓഡാണ്. സോ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. പിന്നെ നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഹാസ് 3 zeros അറ്റ് ദി എൻഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 ആണ് എൻഡിൽ. അപ്പോൾ 2 എന്ന് പറയുന്നത് നോട്ട് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് എഴുതാം? ഇറ്റ് എൻഡ്സ് വിത്ത് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ 3 zeros തന്നിട്ടുണ്ട്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഈവൻ നമ്പേഴ്സ് ആണ് സീറോസ് എന്നുണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. ഇവിടെ നമുക്ക് ഓഡ് നമ്പേഴ്സ് ആണ്. അതായത് 3 zeros ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എന്ത് എഴുതാം? ഇറ്റ്സ് എ നോട്ട് പെർഫെക്റ്റ് സ്ക്വയർ ബിക്കോസ് ഇറ്റ് എൻഡ്സ് വിത്ത് 0. ഇറ്റ് ഹാസ് 3 zeros അറ്റ് ദി എൻഡ്. ഇനി 5 0 5 0 5 0. അപ്പോൾ എന്താണ്? ഒരു 0 ആണ്. അപ്പോൾ ഇതെന്താണ്? ഓഡ് നമ്പറാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇറ്റ്സ് എ നോട്ട് പെർഫെക്റ്റ് സ്ക്വയർ ബിക്കോസ് ഓഫ് ഇറ്റ് ഹാസ് എ 1 zeros അറ്റ് എൻഡ്. ഈ ഒരു ക്വസ്റ്റൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ എക്സസൈസ് 6.1 ക്വസ്റ്റ്യൻ 3 ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ സ്ക്വയേഴ്സ് ഓഫ് വിച്ച് ദ ഫോളോയിങ് വുഡ് ബി ഓഡ് നമ്പേഴ്സ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന 4 നമ്പേഴ്സ് ഉണ്ട്. ഈ 4 നമ്പേഴ്സിലെ സ്ക്വയേഴ്സ് ഓഡ് നമ്പേഴ്സ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ സ്ക്വയേഴ്സ് എന്തായിരിക്കും? ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. ആൻഡ് ദെൻ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ സ്ക്വയേഴ്സ് എന്തായിരിക്കും? ഈവൻ നമ്പേഴ്സ് ആയിരിക്കും. നമുക്ക് നോക്കാം. 4 3 1. അതെന്താണ്? അതൊരു ഓഡ് നമ്പർ ആണ് അല്ലേ? അപ്പോൾ ഇതിന്റെ സ്ക്വയറും എന്തായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. 1 3 1. ഓക്കെ, 1 3 1ന്റെ 1 സ്ക്വയർ ആണ്. 1 സ്ക്വയർ എന്താണ്? 1. ഇതൊരു ഓഡ് നമ്പർ ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ എന്ത് എഴുതാം? 4 3 1 ഈസ് ആൻ ഓഡ് നമ്പർ. അപ്പോൾ ഇങ്ങനെ എഴുതാം. 431 ഈസ് ആൻ ഓഡ് നമ്പർ. ഇറ്റ്സ് സ്ക്വയർ വിൽ ബി ആൻ ഓഡ് നമ്പർ. ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 2826. അപ്പോൾ 2826 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണ്. അറിയാം 6 സ്ക്വയർ എന്ന് പറയുന്നത് 36 ആണ്. അപ്പോൾ നമുക്കറിയാം ഇതൊരു ഈവൻ നമ്പർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2826 ഈസ് ആൻ ഈവൻ നമ്പർ. ദെർഫോർ ഇറ്റ് സ്ക്വയർ വിൽ ബി ആൻ ഈവൻ നമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7779. 9ന്റെ സ്ക്വയർ 81 ആണ്. നമുക്ക് 9 എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം ഇതൊരു ഓഡ് നമ്പർ ആണ്. അപ്പോൾ നമുക്ക് ഇനി എന്ത് എഴുതാം? 7779 is an odd number. Its square will be an odd number. 82004. 4 എന്താണ്? ഒരു ഈവൻ നമ്പർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 82004 is an even number. Therefore its square number will be an even number. അപ്പോൾ ഈ ഒരു തേർഡ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ഒബ്സർവ് ദ ഫോളോയിങ് പാറ്റേൺ ആൻഡ് ഫൈൻഡ് ദ മിസ്സിംഗ് ഡിജിറ്റ്. അപ്പോൾ നമുക്കൊരു പാറ്റേൺ തന്നിട്ടുണ്ട്. 11 സ്ക്വയർ 121. പിന്നെ 100 സ്ക്വയർ 101 സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നമ്പേഴ്സ് പാറ്റേൺ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ അനുസരിച്ച് നെക്സ്റ്റ് 2 നമ്പേഴ്സ്
എന്താണ് ഫില്ല് ചെയ്യാനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം എന്താണ് 1 1 സ്ക്വയർ 1 1 സ്ക്വയർ 1 2 1 ആണ് നമ്മൾ നമുക്കറിയാം. ഇനി നമുക്ക് എന്ത് എഴുതാം 1 0 1. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? നമുക്കറിയാം രണ്ട് അറ്റത്തുള്ള സ്ക്വയേഴ്സിൻ്റെ നമ്പേഴ്സ് 1 സ്ക്വയർ 1 ആണ്, ദെൻ 1 സ്ക്വയർ എന്താണ് 1 ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ രണ്ട് 1 + 1 2 എന്ന് എഴുതാം. 1 1 ഈ രണ്ട് 1 + 1 2 എന്ന് എഴുതാം. അതിനുശേഷം ഒരു 0, ഇവിടെ ഒരു 0 ഉള്ളത് കാരണം ഈ ഒരു 0 ഈ ഒരു 0 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് 1 0 0 1 ഇതിങ്ങനെ എഴുതാം. നമുക്ക് രണ്ട് അറ്റത്തുള്ള രണ്ട് നമ്പേഴ്സ് നമുക്ക് എഴുതാം. അതിനുശേഷം 1 + 1 2 എന്ന് എഴുതി. അതിനുശേഷം രണ്ട് സീറോസ് ഉണ്ട് 0 0 0 0 ഇതാണ് ഈ നമ്പർ. ഓക്കെ, ഈ ഒരു പാറ്റേൺ കിട്ടിയെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് എഴുതാം? 1 എത്ര സീറോസ് ഉണ്ട്? 1 2 3 4 സീറോസ് ഉണ്ട്. ദെൻ 1 + 1 2. അപ്പോൾ നമുക്ക് 4 സീറോസ് ഇവിടെ എഴുതണം. 1 2 3 4. അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡിലും 1 2 3 4 നമ്പേഴ്സ് എഴുതണം. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് എത്ര സീറോസ് ഉണ്ടെന്ന് ആദ്യം എണ്ണാം. 1 2 3 4 5 6 സീറോസ് ഉണ്ട്. അപ്പോൾ ആദ്യം 1 1 എഴുതിയതിന് ശേഷം 1 + 1 = 2. 6 സീറോസ് എഴുതണം. 1 2 3 4 5 6. അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡിൽ എഴുതണം. 1 2 3 4 5 6. അപ്പോൾ ഇതാണ് ഈ ഒരു പാറ്റേണിൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പാറ്റേൺ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ഒബ്സർവ് ദ ഫോളോയിങ് പാറ്റേൺ ആൻഡ് സപ്ലൈ ദ മിസ്സിംഗ് നമ്പേഴ്സ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ 4th ക്വസ്റ്റ്യൻ ചെയ്തതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് ചെയ്ത് നോക്കാം. 1 1 സ്ക്വയർ = 1 2 1. അതിനുശേഷം 1 0 1, അതായത് ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡിലും 1 1 എഴുതി. അതിനുശേഷം 1 + 1 = 2 ആണ്. അതിനുശേഷം ഈ 0 ലെഫ്റ്റിലും റൈറ്റിലും ഇട്ട് കൊടുത്തു. ഇനിയാണ് നമ്മുടെ ഈ ഒരു ആൻസർ. അതിനുശേഷം നമുക്ക് 1 0 1 0 1 ഇതൊന്ന് ശ്രദ്ധിക്കുക. അതായത് നമുക്ക് റൈറ്റിലും ലെഫ്റ്റിലും നമ്മൾ 1 1 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി 1 + 1 + 1 അതായത് 3 ആണ്. നമുക്ക് രണ്ട് സീറോസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 0 2. അതിനുശേഷം അപ്പോൾ 1 0 2 0 3 3 0 2 0 1, അതായത് വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതാം ഈ റൈറ്റ് ഹാൻഡിൽ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 1 0 2 0 3 0 2 0 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 1 0 1 0 1 0 1 ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ലെഫ്റ്റിലും റൈറ്റിലും 1 1 ഇട്ട് കൊടുത്തു. അതിനുശേഷം 1 + 1 + 1 + 1 4 1s ഉണ്ട്. നമുക്കിനി എന്ത് എഴുതാം? 0 2 0 3 0 4. ഇനി നമുക്ക് ചെറുതിലോട്ട് എഴുതാം 0 2. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇതിൽ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും ഞാൻ 1 ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇതിൽ 4 1s ഉണ്ട്. അപ്പോൾ ഞാനിവിടെ നടുവിൽ 4 എന്ന് എഴുതി. അതിനുശേഷം എന്ത് എഴുതാം? നമുക്ക് 0 2 0 3 0 3. അതിനുശേഷം 0 4, അതായത് 3 സീറോസ് ഉണ്ട്. 3 സീറോസ് നമുക്ക് ലെഫ്റ്റ് ഹാൻഡിൽ എഴുതണം. അതായത് 0 0 0 3 എഴുതി. അതിനുശേഷം റൈറ്റിൽ നമുക്ക് എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ വലുതിൽ നിന്ന് ചെറുതിലോട്ട് എന്നുള്ള രീതിയിൽ എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 0 3 0 2 0 1. ഇപ്പോൾ 3 സീറോസ് എഴുതിയോ നോക്കാം. 1 2 3. ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെ ഒരു നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നടുവിൽ നമുക്ക് എന്താണ്? 5 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇപ്പോൾ 5 1s ഉണ്ട്. 1 2 3 4 5. ഓക്കെ, അപ്പോൾ ഇനി എത്ര സീറോസ് ഉണ്ട്? 1 2 3 4. അപ്പോൾ 1 2 3 4. ഇതാണ് ഈ ഒരു ആൻസർ സ്ക്വയർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6th ക്വസ്റ്റ്യൻ ആണ്. യൂസിങ് ദ ഗിവൻ പാറ്റേൺ ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. ആ പാറ്റേണിനോടൊപ്പം തന്നെ നമുക്കൊരു ഹിൻസ് തന്നിട്ടുണ്ട്. തേർഡ് നമ്പർ ഈസ് റിലേറ്റഡ് ടു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് നമ്പർ. അതായത് ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും തേർഡ് നമ്പറിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫോർത്ത് ഈസ് റിലേറ്റഡ് ടു തേർഡ് നമ്പർ. അതായത് ഫോർത്ത് നമ്പർ തേർഡ് നമ്പറിനായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ തന്ന സ്ഥിതിക്ക് നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. 1 × 2 = 2 സ്ക്വയർ. അതായത് 1 × 2 = 2. ഈ സെക്കൻഡ് പാറ്റേൺ നോക്കൂ. 2 × 3 = 6. ദെൻ 3 × 4 = 12. ഇനി എന്ത് എഴുതാം? 4 × 5 = എത്രയാണ്? 20. ഇപ്പോൾ നമുക്കിവിടെ 20 എന്ന് എഴുതാം. ദെൻ ഇപ്പോൾ നമുക്കിവിടെ 20 എന്നുള്ള ആൻസർ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം 5 സ്ക്വയർ + 30. അപ്പോൾ നമുക്ക് 5ൻ്റെ കൂടെ എത്ര മൾട്ടിപ്പിൾ ചെയ്താലാണ് 30 കിട്ടുക? 6 അല്ലേ? അപ്പോൾ നമുക്കിവിടെ 6 സ്ക്വയർ എന്ന് എഴുതാം. ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായോ? ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. 6 × 7 എത്രയാണ്? 42. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഫോർത്ത് നമ്പർ ഈസ് റിലേറ്റഡ് ടു തേർഡ് നമ്പർ. അപ്പോൾ എന്താണ് തേർഡ് നമ്പറിൻ്റെ കൂടെ എന്ത് കൂട്ടിയാലാണ് 3 കിട്ടുക? 2 + 1 = 3. 6 + 1 = 7.
12 plus 1 is equal to 30. 21 plus 1 is equal to 21 square. ഇനി 30 ഇവിടെ 42 ആണ്. ഓക്കെ, 30 plus 1 is equal to 31. Then 42 plus 1 is equal to എത്രയാണ്? 43. അപ്പോൾ ഇവിടെ 43. അപ്പോൾ മിസ്സിംഗ് ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിത്തൗട്ട് ആഡിങ് ഫൈൻഡ് ദ സം എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഫസ്റ്റ് പാറ്റേൺ ആണ്. ഫസ്റ്റ് പാറ്റേൺ എന്താണ്? 1 3 5 7 9. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ n² ആണ്. ഓക്കെ, അതായത് നമ്പർ 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന സക്സസീവ് ഓഡ് നമ്പേഴ്സിനെ ആഡ് ചെയ്യാണ്ട് സമ്മ് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് n². അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പാറ്റേൺ ഫില്ല് ചെയ്യാം. അതായത് 1 2 3 4 5. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സമ്മാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട്? n² ഈസ് ഈക്വൽ ടു 1 2 3 4 5. 5² ഈസ് ഈക്വൽ ടു 25. സെക്കൻഡ് ക്വസ്റ്റ്യൻ 1 2 3 4 5 6 7 8 9 10. 10² ഈസ് ഈക്വൽ ടു 100. Then third 1 2 3 4 5 6 7 8 9 10 11. 11² 1 2 3 4 5 6 7 8 9 10 11 പ്ലസ് ഒരു 23 കൂടി ഉണ്ട്. അവിടെ താഴെ എഴുതിയിരിക്കുന്ന കാരണം കണ്ടില്ല. അപ്പോൾ നമുക്ക് 12² ആണ്. 12² എത്രയാണ്? 12² ഈസ് ഈക്വൽ ടു 144 ആണ്. ഇങ്ങനെയാണ് വിത്തൗട്ട് ആഡിങ് ഫൈൻഡ് ദ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? n². അപ്പോൾ ഇനി 8th ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. എക്സ്പ്രസ് 49 ആസ് ദ സം ഓഫ് 7 ഓഡ് നമ്പേഴ്സ്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 7 ഓഡ് നമ്പേഴ്സ് എഴുതണം. ഈ ഓഡ് നമ്പേഴ്സിൻ്റെ ഈ 7 ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് 49 ആയിരിക്കണം. നമുക്ക് എന്ത് എഴുതാം? 49 ഈസ് ഈക്വൽ ടു 7² അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 7 ഓഡ് നമ്പേഴ്സ് എഴുതാം. 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് 9 പ്ലസ് 11 പ്ലസ് 13. 1 2 3 4 5 6 7. കാര്യം മനസ്സിലായോ? അതായത് ഇവരുടെ എല്ലാവരുടെയും സമ്മാണ് എന്ത്? 49. ഇനി നെക്സ്റ്റ് 11. അപ്പോൾ 1 2 1ൻ്റെ ഈ സമ്മിൻ്റെ 11ൻ്റെ സമ്മാണ്. 11² ആണ്. നമ്മൾ 1 2 1. അപ്പോൾ നമുക്ക് എന്ത് എഴുതണം? 11 ഓഡ് നമ്പേഴ്സ് എഴുതണം. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് 9 പ്ലസ് 11 പ്ലസ് 13 പ്ലസ് 15 പ്ലസ് 17. 1 2 3 4 5 6 7 8 9. 19 പ്ലസ് 21 11. അങ്ങനെ 21 എന്ന് ഇത്രയും നമ്പേഴ്സ് നമുക്ക് എന്താണ്? ഇത്രയും ഒരു നമ്പേഴ്സിൻ്റെ സമ്മാണ് 1 2 1. ഓക്കെ ആണോ? ഇനി 9th ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി നമ്പേഴ്സ് ലൈ ബിറ്റ്വീൻ സ്ക്വയേഴ്സ് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് 12 and 30. അപ്പോൾ 12 and 30 അതായത് 12² ആൻഡ് 13² ലൈ ബിറ്റ്വീൻ ഇവർ ഈ രണ്ട് സ്ക്വയേഴ്സിൻ്റെയും നടുവിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് 2n. എന്താണ് ഇക്വേഷൻ? 2n. അപ്പോൾ ഇതിൽ n എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം 2 × 12. 2 × 12 എന്ന് പറയുന്നത് 24 ആണ്. അപ്പോൾ എന്താണ് നമുക്ക് ആൻസർ? 24 നമ്പേഴ്സ് ഉണ്ട് 12²ൻ്റെയും 13²ൻ്റെയും ലൈ ബിറ്റ്വീൻ ദ സ്ക്വയേഴ്സ് ഓഫ് ദീസ് നമ്പേഴ്സ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാം. 25 and 26. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 2n ഈസ് ഈക്വൽ ടു 2 × 25. 2 × 25 എത്രയാണ്? 2 × 25 15 ആണ്. അപ്പോൾ 15 നമ്പേഴ്സ് ഉണ്ട് എന്ത്? നമ്മുടെ 25 and 26 lie between squares of the numbers. For the next question, 99 and 100. So 2n is equal to 2 × 99. 2 × 99 ചെയ്ത് നോക്കാം നമുക്ക്. 198. അപ്പോൾ 6.1 എക്സസൈസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക.
അപ്പോൾ അതിന് റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു, ബൈ.